അപ്പോൾ ബാലൻ ഇങ്ങനെ ഗോമതിയോട് സംസാരിക്കുന്ന ഒരു സീനോടെയാണ് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കേട്ടോ. ബാലൻ ഇങ്ങനെ ഗോമതിയോട് പറയുന്നുണ്ട് കേട്ടോ, ആര്യൻ എപ്പോഴും ഈ ഡെലിവറി ബോയ് ആയിട്ട് നടന്നാൽ മതി, എപ്പോഴും അവന് നല്ലൊരു ജോലിയൊക്കെ വേണ്ടേ, ഞാൻ ആരോടാ പറയുന്നത്, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, എന്താ ബാലേട്ടാ, അവൻ ചെയ്യുന്നത് നല്ല ജോലിയല്ലേ, അവനിപ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, അവൻ ശ്രമിക്കുന്നുണ്ട് വേറെ ജോലിക്കൊക്കെ, പക്ഷെ ശരിയാവാത്തതുകൊണ്ടല്ലേ എന്ന് ഗോമതി പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നു, പിന്നെ നമ്മുടെ വീട്ടിൽ പുതിയൊരു മരുമകൾ വന്നിട്ടാണ്, അപ്പോൾ അവരുടെ സ്റ്റാറ്റസിനൊക്കെ പറ്റിയൊരു ജോലിയാണോ ഇപ്പോൾ ഇവൻ ചെയ്യുന്നത്? നീ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആ ജോലി നിർത്തിക്കുക. ഒന്നുമില്ലെങ്കിൽ മിത്രയ്ക്കും കൂടി അഭിമാനം, അല്ലെങ്കിൽ മിത്രയ്ക്കും കൂടി പുറത്ത് പറയാൻ പറ്റുന്ന ഒരു ജോലി വേണ്ടേ അവൻ ചെയ്യാൻ? മിത്ര കുറച്ച് പഠിപ്പൊക്കെ ഉള്ള കുട്ടിയല്ലേ, അപ്പോൾ അവൾക്കും കൂടി എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നത് പറയുമ്പോൾ ഒരു മടി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടനാണോ ഇത് പറയുന്നത്? ഗോമതി സ്റ്റോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ബാലേട്ടൻ കൂലിപ്പണിക്ക് വരെ പോയിട്ടുള്ളതല്ലേ, എന്നിട്ട് ആ ബാലേട്ടനാണോ ഇങ്ങനെ പറയുന്നത്? എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് ബാലേട്ട. പിന്നെ മിത്രയ്ക്ക് ആദ്യം ഡെലിവറി ബോയ് ആയിട്ട് പോകുന്നതുകൊണ്ട് മിത്രയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ഇപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ അന്ന് അങ്ങനെ ജീവിച്ചു പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ സ്റ്റാറ്റസ് അങ്ങനെയാണോ? നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ ആരും കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഗോമതിയോട് ദേഷ്യപ്പെട്ടിട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രേനെ, ആര്യനെയാണ്. ആര്യൻ റൂമിലിരിക്കുന്ന മിത്രയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. മിത്ര, നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആര്യം പറഞ്ഞിട്ടുണ്ട്, മിത്ര, എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സാലറി ഏകദേശം 1,00,000 അടുത്തൊക്കെ വരും എന്ന് പറയുകയാണ്. അപ്പം മിത്ര ആകെ ഞെട്ടാണ്. എന്നിട്ട് എന്താ ആര്യൻ എന്നോടൊന്നും പറയാഞ്ഞത്? ഇല്ല, ഇൻ്റർവ്യൂവിന് പോയിട്ട് അത് ശരിയാവുകയാണെന്ന് വെച്ചാൽ മാത്രം നിന്നോട് പറഞ്ഞാൽ മതിയല്ലോ, ഇതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോയതല്ലേ, പക്ഷേ അതൊക്കെ പുറത്ത് ജോലി ആയതുകൊണ്ട് നിനക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും വേണ്ട വെച്ചതെന്ന് പറയാണ്. എന്നിട്ട് ഇൻ്റർവ്യൂവിന് പോയത് ഇങ്ങനെ കിട്ടിയതൊന്നും എന്നോട് നേരത്തെ എന്താ പറയാഞ്ഞത്? എന്തായാലും നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, മെല്ലെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നിന്നോട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. വേറെ ആരോടെങ്കിലും പറഞ്ഞോ? എല്ലാവരോടും നമുക്ക് പറയണ്ടേന്ന് ചോദിക്കുകയാണ് മിത്ര. കാര്യം പറഞ്ഞു, ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ സപ്പോർട്ടും കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ലെവലിലെത്തിയതും, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള വാശി ഉണ്ടായതൊക്കെ നീ കാരണമാണ്, അപ്പോൾ നിൻ്റെ പ്രാർത്ഥനയും കൂടിയാണ് എനിക്ക് ജോലി കിട്ടാൻ കാരണം എന്ന് പറയാണ്. അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും കൂടി നിന്നോട് പറഞ്ഞതിന് ശേഷം ബാക്കി എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നിന്നോടാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്ന് പറയാണ്. ഇനി നമുക്ക് അമ്മോടും അച്ഛനോടൊക്കെ പറയാമെന്ന് പറയാണ്. അപ്പം ആര്യം പറയുന്നുണ്ട്, ഇല്ല, നീ ആദ്യം റെഡി ആവുക, നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, എന്നിട്ട് എല്ലാവരോടും പറയാമെന്ന് പറയാണ്. അപ്പം മിത്രയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. മിത്ര വേഗം പോയി റെഡി ആവുന്നുണ്ട്. റെഡിയായി വരുമ്പോൾ അവിടെ അച്ഛനുണ്ടാവും കേട്ടോ, ബാലൻ ഉണ്ടായിരിക്കും. അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? അപ്പം മിത്രയോട് ബാലൻ പറയുന്നുണ്ട്, ഇല്ല, എവിടേക്കും പോകുന്നില്ല, എന്നാൽ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയാം കേട്ടോ, ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകാൻ നിൽക്കുമ്പോഴാണ് ദേവി പറയുന്നത്, നിനക്ക് ഡെലിവറിക്കൊന്നും പോകണ്ടേ ചോദിക്കുമ്പോൾ, അപ്പം മിത്ര പറയുന്നുണ്ട്, ഇന്ന് ലീവാണ്, ആര്യൻ ഇന്ന് ലീവാണെന്ന് പറയാം കേട്ടോ. ഓ, ഇതിന് ലീവൊക്കെ കിട്ടുമെന്ന് ഒരുമാതിരി ആര്യനെ കളിയാക്കുന്ന പോലെ ദേവി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അത് മിത്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല, പക്ഷെ മിത്ര അപ്പോൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോകുമ്പോൾ മിത്ര അമ്പലത്തിൽ നിന്ന് തൊഴുതു തുടങ്ങുമ്പോൾ, പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ മിത്രയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നീ എന്തിനാ മിത്ര കരയുന്നത്? നിനക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ കരയാനേ സമയമുള്ളൂ, ഇനി നിൻ്റെ കണ്ണ് നിറയരുത്, നിൻ്റെ കണ്ണ് നിറയാതിരിക്കാനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ട് നീ കരയുകയാണോ ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, ഇത് എനിക്ക് വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്, എല്ലാവരുടെ മുന്നിലും ആര്യൻ നല്ല നിലയിലെത്തുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണ് അത്, ഇപ്പം അത് സാധിച്ചു, ആര്യൻ നല്ലൊരു ജോലി കിട്ടി, എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതിനൊരു ഫലം ഉണ്ടായി, അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് നിറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറച്ച് സെൻറ്റിമെൻ്റലാവും കേട്ടോ. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിത്ര പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്കൊരു കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് പോവാം, സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് എല്ലാവരോടും കാര്യം പറയാമെന്ന് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട്, അത് വേണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിത്ര പറഞ്ഞു, അത് വേണം, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ പോവല്ലേ, അപ്പോൾ അത് സ്വീറ്റ്സ് കൊടുത്തിട്ട് തന്നെ എല്ലാവരോടും പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ മിത്ര ആര്യനെ കൊണ്ട് സ്വീറ്റ്സൊക്കെ മേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത്
വീടാണ്. വീട്ടിൽ കോമഡി ഇവരിപ്പോൾ എന്തോ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇത് എന്താവും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മീനാക്ഷി ജോലിക്ക് പോകാൻ പുറപ്പെട്ട് ഇറങ്ങുന്നതിനിടെ മീനാക്ഷിയോട് ഗോമതി പറയുന്നുണ്ട്, "മീനാക്ഷി നീ പോവായോ?" ചോദിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു, "ആ അമ്മ ഞാൻ ഇറങ്ങായി. നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യ്. ആര്യനും മിത്രയും എന്തോ സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് പോയിരിക്കുകയാണ്. നീ അവർ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്" എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഇവർ വീട്ടിലെത്തുമ്പോൾ അവിടെ മീനാക്ഷി ഉണ്ടായിരിക്കും. എന്നിട്ട് മിത്ര എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, "എല്ലാവരും സ്വീറ്റ്സൊക്കെ ആദ്യം എടുക്കുക, എന്നിട്ട് ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ട്" പറയുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, "എന്താ ആര്യം പിന്നെയും പഠിക്കാൻ പോവുകയാണോ? അതല്ലേ കാര്യം" എന്ന് പറയുകയാണ്. അപ്പം മിത്ര പറയുന്നുണ്ട്, "അതൊന്നുമല്ല." "അതോ നിൻ്റെ റിസൾട്ട് വന്നോ?" "അതുമല്ല." "എന്ന് വേഗം ഒന്ന് പറയുമെന്ന് പറയുന്നുണ്ട് ഗോമതി കേട്ടോ. ആദ്യം എല്ലാവരും സ്വീറ്റ്സ് എടുക്കുക, എന്നിട്ട് കാര്യം പറയാം കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കുകയാണ്. സ്വീറ്റ്സ് കൊടുത്തിട്ട് മിത്ര പറയുകയാണ്, "ആര്യന് ജോലി കിട്ടിയെന്ന് പറയുകയാണ്." അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, "ഓ ഡെലിവറി ബോയ് ആയിട്ട് അതിനും പ്രമോഷൻ ഉണ്ടോ?" ചോദിക്കുകയാണ്. "അല്ല, ആര്യന് വേറൊരു ജോലി കിട്ടി, IT കമ്പനിയിലാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഉണ്ട്. സാലറിയും അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അച്ഛാ. 3 മാസം കഴിയുമ്പോൾ അത് കൂട്ടിക്കൊടുക്കും ചെയ്യും" പറയാണ്. അതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം? ഞാൻ അവനെ IAS ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ ഒരു IT ജോലിയല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ലഡുവും പിടിച്ചിട്ട് പുറത്തേക്ക് പോകട്ടോ ബാലൻ. പക്ഷെ ബാക്കി വീട്ടിലെല്ലാവർക്കും സന്തോഷമായിട്ടോ. കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലി ആര്യന് കിട്ടിയല്ലോ. ഇത്രയും കാലം ചെയ്തിരുന്ന ജോലിയേക്കാളും നല്ലൊരു ജോലി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കാനും കേട്ടോ. ബാലനാണെന്ന് പുറത്ത് പോയിട്ട് ഈ ലഡു നോക്കിയിട്ട് ബാലൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ചേർന്നിട്ടുണ്ട് കേട്ടോ. കാരണം വിഷമം, സങ്കടവും സന്തോഷവും ഒക്കെ പാടെ നല്ലൊരു ജോലി ആര്യന് കിട്ടിയതിൻ്റെ സന്തോഷം ബാലൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ബാലനത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ റൂമിൽ പോയിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ആര്യനെ കണ്ടിട്ട് മിത്ര ചോദിക്കുകയാണ്, "എന്താണോ താനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? നല്ലൊരു കാര്യം നടന്നിട്ട്" പറയാണ്. "എന്താ എൻ്റെ അച്ഛന് ഇപ്പോഴും എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടും അച്ഛന് സന്തോഷമായിട്ടില്ലല്ലോ" എന്ന് ചോദിക്കുകയാണ്. അത് അത് തനിക്ക് അങ്കിളിന് ഇനിയും മനസ്സിലാവാനിട്ടാണ്. "നീ ആ വണ്ടി എടുത്തിട്ട് ഒന്ന് കട വരെ പോയി നോക്കി നോക്ക്. അച്ഛൻ നല്ല സന്തോഷത്തിലായിരിക്കും" എന്ന് പറയാണ്. ഇത് കേട്ട് ആര്യൻ കടയുടെ അവിടെ പോയി നിൽക്കുമ്പോൾ ബാലൻ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ മേടിച്ചു കൊടുത്ത് സന്തോഷത്തോടെ ആര്യന് ജോലി കിട്ടിയ കാര്യം പറയാണ് കേട്ടോ. "എൻ്റെ മകന് ജോലി കിട്ടി, അതും വലിയൊരു IT കമ്പനിയിലാണ്, നല്ല സാലറി ഉണ്ട്" എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നത് കാണുമ്പോൾ ആര്യന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പുറത്ത് ആര്യനോടത് പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിൽ ബാലന് സന്തോഷമുണ്ടെന്ന് ആര്യന് മനസ്സിലാവും കേട്ടോ. വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്